മഴക്കാല സുന്ദരികളിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ചെടി ഏതാണെന്ന് വെച്ചാൽ അച്ചിമിനാസ എന്ന് പറയും, അല്ലെങ്കിൽ അക്കിമിനാസ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു സുന്ദരി നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ഇത് എല്ലാ ഹൈബ്രിഡ് ഇനത്തിലുള്ള വെറൈറ്റീസും ചിലപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ നന്നാവണമെന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് ചെടികളൊക്കെ കോമൺ ആയിട്ട് നമുക്ക് വളർന്നു വരുന്നുണ്ട്, നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പം ഞാൻ നമ്മുടെ വീട്ടിൽ നിങ്ങൾക്കറിയാം, ഞാൻ അക്കിമിനാസിൻ്റെ വയലറ്റ് കളറ് എല്ലാ ആളുകൾക്കും തന്നെ ചോദിച്ചവർക്കൊക്കെ അതിൻ്റെ കിഴങ്ങ് കൊടുത്തിട്ടുണ്ട്. ആ സീസണിൽ അത് നിറച്ചുണ്ടായിരുന്നു. മഴക്കാല സീസണിലാണ് പൂക്കൾ വരിക. അപ്പോൾ അതിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഒത്തിരി പേര് അതിൻ്റെ വിത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ കണ്ട വെറൈറ്റീസിൻ്റെ ഒരു 10 കളറ് ഹൈബ്രിഡ് ഇനത്തിലുള്ള 10 കളറ് അച്ചിമിനാസ് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചു. നമ്മൾ വാങ്ങിയ ചെടി നടുന്നതിൻ്റെ പോട്ടി മിക്സും അതിൻ്റെ പരിപാലനവും അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ജാൻസിസ് പാർട്ടീസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ചെടി ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടാൽ കിട്ടാനായിട്ട് കുറേ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് വാങ്ങാം. എങ്ങനെയാണ് അത് കോൺടാക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും വലിപ്പമുള്ള ചെടിയാണ് നമുക്ക് ഈ ഒരു ഇതായിട്ട് കിട്ടുന്നത്. ഇത് ഒരു കളറാണ്. ഹൈബ്രിഡ് ഇനത്തിലുള്ള ഈ ഒരു അക്കിമിനാസിൻ്റെ ഒരു കിഴങ്ങ് മുളപ്പിച്ച് അതിൽ നിന്ന് വന്നിരിക്കുന്ന മുളയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്നതാണ്, പലർക്കും അറിയാം, അക്കിമിനാസ് കിഴങ്ങിൽ നിന്നാണ് നമ്മളതിന് തൈകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ, ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലാണ് അവരുടെ വളർച്ച. പിന്നെ നമ്മുടെ ഇതായ പോട്ടി മിക്സിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ നല്ല രീതിയിലൊക്കെ വളർത്തി നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ നമുക്കിത് കാലാകാലങ്ങളോളം അതിൻ്റെ കിഴങ്ങ് നമുക്ക് ഉണ്ടായി അടുത്ത സീസണിലും നമുക്ക് ഒത്തിരി ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഹൈബ്രിഡ് ഇനത്തിലുള്ളത് കൊണ്ട് തന്നെ എല്ലാം നമുക്ക് സക്സസ് ആവുമെന്ന് ഞാൻ നിർബന്ധം പറയില്ല. പക്ഷേ നമ്മൾ നന്നായിട്ട് നോക്കിയാൽ ഒരു 10 കളർ വാങ്ങിച്ച് നമ്മൾ നോക്കുക, എന്നിട്ട് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് ഓരോ വർഷവും നമുക്കത് വീട്ടിലെ ചെടികളായിട്ടുണ്ടാകും. അപ്പോൾ ഇതേപോലെയുള്ള ഒരു ചെടിക്ക് നമുക്ക് കിട്ടുന്ന രീതിയിൽ 10 കളറിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഇപ്പോൾ നമുക്ക് നൽകുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ 10-20 വെറൈറ്റി കളറുകളുണ്ട്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് 10 കളറ് നമ്മൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ 10 കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നല്ലത് നോക്കി അവർ നമുക്ക് ചെയ്തു തരുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാനിത് കളറൊന്നും, ചെടികളുടെ കളറുകളും പൂക്കളൊന്നും ഞാൻ സെലക്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല. എനിക്ക് 10 വെറൈറ്റി വേണം. അതിനകത്ത് എൻ്റെ കയ്യിലുള്ള പർപ്പിൾ ഉണ്ടാകും, ചിലപ്പോൾ അതും ഉണ്ടാകും. പക്ഷെ നമുക്കത് വാശി പിടിക്കാൻ പറ്റില്ല, കാരണം പൂക്കളായി വരുന്നേ ഉള്ളൂ. മാത്രവുമല്ല, അവർക്ക് എല്ലാവർക്കും നമ്മൾ ചോദിക്കുന്ന അതേ കളർ തന്നെ കൊടുക്കാൻ ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ ഈ കാണുന്ന തരത്തിലുള്ള ചെടികൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാം കേട്ടോ. അക്കിമിനാസ് കിഴങ്ങിൽ നിന്നായതുകൊണ്ട് തന്നെ അത് കുറച്ച് നാൾ, പിന്നെ ജിഫി പാക്കറ്റിൽ അത് നല്ല രീതിയിൽ ആ പൊട്ടി മിക്സിൽ വെച്ച് തന്നെ നമ്മളത് ചീത്തയാവാതെ പഞ്ഞിയൊക്കെ വെച്ച് നനച്ച് അതിനൊരു കേടും വരാത്ത രീതിയിൽ നല്ല രീതിയിലാണ് പാക്ക് ചെയ്ത് നമുക്ക് തരുന്നത്. ഇപ്പം നമ്മൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ അത് നല്ല രീതിയിൽ വളരും. നമുക്കത് പിന്നീടും നമുക്കത് വീട്ടിൽ നിന്ന് പോകാതെ അതിൻ്റെ കിഴങ്ങൊക്കെ ഉണ്ടായി നമുക്ക് അടുത്ത സീസണിലും ചെടികൾ ഉണ്ടായി കിട്ടും. നമ്മൾ ഇത് നടുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇത് നടുന്നതിന് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ഒരു നോട്ടീസും കൂടി നമ്മുടെ ഈ ഒരു പാക്കറ്റിൻ്റെ കൂടെ അവർ വെക്കുന്നുണ്ട്. നല്ലൊരു ഉപകാരമായി. അതായത് ചെടി നമ്മൾ ശരിക്കും മണ്ണും വെറും ചാണകപ്പൊടി മാത്രമുള്ള ഒരു മിശ്രിതത്തിലാണ് ആദ്യം നട്ടുവെക്കേണ്ടത്. ഇതിന് അധികം രാസവളങ്ങളുടെ ആവശ്യമില്ല. കിഴങ്ങായതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ, ഒരു കിഴങ്ങ് മണ്ണിൻ്റെ അടിയിൽ കുറേ വളത്തിൻ്റെ ഉള്ളിലിരുന്ന് കഴിഞ്ഞാൽ അവ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതിനാവശ്യം ആ കിഴങ്ങ് ഇരിക്കാനുള്ള സാധാരണ ഒരു മണ്ണ് മാത്രം ഈ ഒരു ചെടിക്ക് മതി. പിന്നെ നമുക്ക് ഈ കിട്ടുന്ന ജിഫി പാക്കറ്റിൻ്റെ ആ ഒരു മിശ്രിതം, ആ ഒരു പോട്ടി മിക്സ് കളയൊന്നും വേണ്ട. അതൊരു ചകിരിച്ചോറ് മാത്രമാണ്. ഇപ്പോൾ ചെടികൾ വളർന്ന് നമ്മുടെ മണ്ണുമായിട്ട് അത് ചേർന്ന് നമ്മുടെ കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് വന്നോളും. പിന്നെ ഇവയ്ക്ക് ഏറ്റവും മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഹൈബ്രിഡ് ഇനത്തിലുള്ള ഇതായതുകൊണ്ട് തന്നെ വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കണം. കിഴങ്ങ് പെട്ടെന്ന് ചീഞ്ഞു പോകും. പക്ഷെ മഴക്കാലത്ത് ഉണ്ടാകുന്ന ചെടി ആയതുകൊണ്ട് തന്നെ മഴ നനഞ്ഞാലും യാതൊരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു ജിഫി പാക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ചട്ടിയാണ് ആദ്യം എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ കുഞ്ഞു ചെടി കൊണ്ടുവന്ന് വലിയ ചട്ടിയിൽ വെച്ച് കുറേ വെള്ളം അതിനകത്ത് കിടന്ന് അല്ലെങ്കിൽ ആ ഒരു ചെറിയ ചെടി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ വിത്ത് പാകി മുളപ്പിക്കുന്ന ചെടി ആയിക്കോട്ടെ, എന്ത് ചെടി ആയിക്കോട്ടെ, ചെടികളുടെ വലിപ്പം അനുസരിച്ച് ചട്ടികൾ നമ്മൾ മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഒരു നല്ല രീതിയിൽ വളർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അടുത്ത വലിപ്പമുള്ള ചട്ടിയിലേക്ക് മാറ്റിയാൽ മതി. പിന്നെ അക്കിമിനാസിനൊന്നും അധികം മണ്ണിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു ചെറിയ ചട്ടിയിലാണ് നമ്മുടെ അക്കിമിനാസ് നടുന്നത്.
പിന്നെ അവർ പറയുന്നുണ്ട് പൂക്കളുണ്ടാകാനായിട്ട് നമുക്കൊന്ന് ഹോർമോൺ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൂക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഓർക്കിഡിനൊക്കെ അടിക്കാനായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഗ്രീൻ കെയറോ മിറക്കിൾ ബൂസ്റ്ററോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പൂക്കൾ ഉണ്ടാവാനായിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. അല്ലാതെ തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി തന്നെയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അക്യുമിനാസിൻ്റെ വെറൈറ്റി കളറുകൾ ആവശ്യമുള്ളവർ, ഹൈബ്രിഡ് ഇനത്തിലുള്ള ആവശ്യമുള്ളവർ എത്രയും വേഗം കോൺടാക്റ്റ് ചെയ്യുക, ചെടികൾ സ്വന്തമാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക. മറ്റുള്ളവർക്ക് ഇതൊരു ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.